ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളി കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കറി ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തന്നെ ഉടനെ പോയി ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഈ തക്കാളിക്കറി. കാരണം അത് കൊണ്ട് മാത്രം ഞാൻ ചോറ് മുഴുവനും കഴിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, സിമ്പിളാണ്. 3-4 തക്കാളി, പഴുത്ത തക്കാളി, അത് മാത്രം മതി. ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയെല്ലാം ഇടുകയാണെങ്കിൽ 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പം പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അപ്പം അതൊന്ന് തിള വരുമ്പം ഞാൻ ആ തീ ഓഫ് ചെയ്യും. കാരണം അപ്പോഴത്തേക്കും അതിൻ്റെ തൊലിയെല്ലാം വിണ്ട് വരും, നമുക്കത് ഉരിച്ച് മാറ്റാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാൻ തക്കാളിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റാം. അപ്പോൾ തക്കാളിയുടെ ആ തിളച്ച ചൂടെല്ലാം മാറി അതിന് ശേഷം ഞാൻ ഇതെല്ലാം ഉരിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഉരിച്ച് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു 3-4 കഷ്ണമായിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേറെ എരിവിനായിട്ട് ഞാൻ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തു നന്നായിട്ട് മസാലയായിട്ടൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് തീ സിമ്മിലോട്ടാക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തവി വെച്ച് നന്നായിട്ട് ഉടച്ച് ചേർക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വെന്തുടയണം, അത് അലിഞ്ഞു ചേരണം. കഷ്ണങ്ങളെല്ലാം അതിലേക്ക് അലിഞ്ഞു ചേരണം. ആ രീതിയിൽ നമുക്കിത് ഉടച്ചെടുക്കാം. അപ്പോൾ തീ സിമ്മിലാക്കിയാൽ മതി, തീ കൂട്ടി വെക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണം, അപ്പോഴതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് എടുത്തറിയാൻ പറ്റുന്നത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.